20ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലം വരെ പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ജ്യോതി ബസുവിന് പിന്നിൽ രണ്ടാമനായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ജ്യോതി ബസുവിനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങിയതോടെ 1998-ൽ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത ബുദ്ധദേവ് ഭട്ടാചാര്യ 99-ൽ ഉപമുഖ്യമന്ത്രിയായും ഉയർത്തപ്പെട്ടു. 2000-ൽ ബംഗാളിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ച അവസാന മുഖ്യമന്ത്രിയാകുമെന്ന് ആരും കരുതിയില്ല. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 196 സീറ്റ് നേടി ബുദ്ധദേവ് തന്റെ ജനപ്രിയത തെളിയിച്ചു. 2006-ലെ തെരഞ്ഞെടുപ്പിൽ സീറ്റെണ്ണം കൂട്ടി വീണ്ടും ജനപ്രിയതയ്ക്ക് അടിവരയിടുകയും ചെയ്തു. ഇവിടെ വരെ ഭരണകാര്യങ്ങൾ പുറമേക്കെങ്കിലും ഭദ്രമായിരുന്നു. പിന്നീടാണ് ബംഗാൾ രാഷ്ട്രീയത്തിന് ഗതിതിരിച്ച നന്ദിഗ്രാം സിംഗൂർ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ വ്യവസായ തൊഴിൽ വികസനം ലക്ഷ്യമിട്ടാണ് ടാറ്റ പോലുള്ള വ്യവസായ ഭീമന്മാരെ നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കൃഷിഭൂമിയിലേക്ക് വ്യവസായം തുടങ്ങാൻ ക്ഷണിച്ചുകൊണ്ടുവന്നത്. കർഷക പ്രക്ഷോഭമായി തുടങ്ങിയ എതിർപ്പ് മമതാ ബാനർജിയുടെ ഇടപെടലോടെ രാഷ്ട്രീയ പോരാട്ടമായി. വെടിവെപ്പ് വരെ എത്തിയ അക്രമമായി മാറിയതോടെ ബുദ്ധദേവും ഇടതു സർക്കാരും ഒറ്റപ്പെട്ടു. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആദ്യ സൂചന വന്നു. CPM-നും ഇടതുമുന്നണിക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് വങ്കനാടിന്റെ നെറുകയിൽ പുതിയ കൊടി നാട്ടി. എന്നിട്ടും വ്യവസായ സാമ്പത്തിക നയം തിരുത്താൻ ബുദ്ധദേവ് സർക്കാർ കൂട്ടാക്കിയില്ല. 2011-ൽ അനിവാര്യമായത് സംഭവിച്ചു. 34 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം തൂത്തെറിഞ്ഞ് മമതാ ബാനർജി റൈറ്റേഴ്സ് ബിൽഡിംഗിൽ അധികാരമേറ്റു. അങ്ങനെയാണ് ബംഗാളിലെ അവസാന മുഖ്യമന്ത്രി എന്ന ദുഷ്കൃതി ബുദ്ധദേവിന് മേൽ വന്നു ചേരുന്നത്. കർഷക പ്രക്ഷോഭം ശക്തമായിട്ടും നയം തിരുത്താൻ തയ്യാറാകത്തിൽ മാത്രമാണ് ബുദ്ധദേവിൽ നേതൃപരമായ പിഴവ് ആരോപിക്കാനാകുക. അല്ലാതെ ബംഗാളിലെ കമ്മ്യൂണിസത്തിന് അന്ത്യം കുറിച്ചതിന്റെ പാവഭാരം ബുദ്ധദേവിൽ കെട്ടിവെക്കുന്നത് അനീതിയാകും. അഴിമതിയുടെ കറപുള്ളാത്ത ലളിതവും സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ബുദ്ധദേവ് അർഹിക്കുന്ന വിശേഷണമല്ലത്. CPM-ന്റെ മാഫിയാവൽക്കരണവും പാർട്ടിയുടെ താഴ്ത്തട്ടിൽ നടപാടിയ അധികാര ദുർവിനിയോഗം കൊണ്ട് ബംഗാൾ ജനത പൊറുതിമുട്ടുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാരണം പോലെ നന്ദിഗ്രാമും സിംഗൂരും വന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കടപഴകുന്ന ചരിത്ര മുഹൂർത്തത്തിൽ മുഖ്യമന്ത്രിയായിപ്പോയി എന്ന നിമിത്തം മാത്രമായിരുന്നു ബുദ്ധദേവ്. ബുദ്ധദേവല്ല മറ്റൊരാളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് തകർച്ച സംഭവിക്കുക തന്നെ ചെയ്യുമായിരുന്നു. വസ്തുത ഇതായിരിക്കെ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം പൊലിഞ്ഞതിന്റെ പാവഭാരം മുഴുവൻ ബുദ്ധദേവിന് മേൽ ചാർത്തി കൊടുക്കുന്നത് തെറ്റാണ്. ഗോർബച്ചേവാണ് സോവിയറ്റ് യൂണിയൻ തകർച്ചയ്ക്ക് കാരണമെന്ന ലളിതവൽക്കരണം പോലെ അക്ഷന്തവ്യമായ തെറ്റ്. റിപ്പോർട്ടർ ആർ ശ്രീജിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.